എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇത്രമേൽ കോൺഫിഡൻസ് ആയി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നു വയനാട് ചൂരൽമലയിൽ ടൗൺഷിപ്പിൽ. ഇങ്ങനെ കൃത്യമായി താമസം തുടങ്ങിയ ദുരന്തബാധിതർ 1,00,000 രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിത ആവശ്യങ്ങളെ നിറവേറ്റേണ്ടതല്ലേ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? ഒരു വീട് കെട്ടിക്കൊടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1,00,000 രൂപ 178 കുടുംബങ്ങളുടെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുന്ന വിപ്ലവകരമായ തീരുമാനമാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി, ഇലക്ഷന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ദുരന്തമുണ്ടായ അന്നു മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് 475 കുടുംബങ്ങളെ ടൗൺഷിപ്പ് ഉണ്ടാക്കി താമസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 178 വീടുകളുടെ പണി പരിപൂർണമായി പൂർത്തീകരിച്ച് ഡിവൈഎഫ്ഐ അവിടെ കൃത്യമായി ടെലിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് താക്കോൽ കൈമാറി ആ കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ ചെറിയ പെരുന്നാൾ വരുന്നതിന് മുമ്പ്, വിഷു വരുന്നതിന് മുമ്പ് സന്തോഷം പരിപൂർണമായി ആ വീടുകളിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ സർപ്രൈസായി 1,00,000 രൂപ കൂടി കൊടുക്കുന്നു. ഇതിന്റെ പേരല്ലേ മാസ്റ്റർ പ്ലാനിങ്? ഇതിന്റെ പേരല്ലേ കരുത്ത്? ഇതിന്റെ പേരല്ലേ നിലപാട്? എന്താണ് മറുപക്ഷത്ത് നടക്കുന്നത്? പ്രതിപക്ഷത്ത് ഇട്ട കല്ലിൽ പട്ടിക്ക് മൂത്രമൊഴിക്കാൻ പോലും ആ കല്ലവിടെ ഇല്ല എന്ന് പ്രിയങ്കയും രാഹുലും വന്ന് കൊട്ടിഘോഷിച്ച കല്ല് പോലും അവിടെ ഇല്ലാത്ത അവസ്ഥ. നാവെടുത്താൽ കള്ളം പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതാവായി വി.ഡി. സതീശൻ. അവിടെ സീറ്റിനു വേണ്ടി അടി, ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം, സമവായമാകാത്ത സീറ്റ് ധാരണ ചർച്ചകൾ, അടിപിടിയാണ്, അഹങ്കാരമാണ്, കൃത്യമായിട്ടുള്ള അധികാരങ്ങൾക്ക് വേണ്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 100% കൃത്യമാർന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കാണിച്ചിട്ട് കോൺഗ്രസ് MLA-മാരെക്കാൾ കൂടുതൽ സിറ്റിംഗ് MLA-മാർക്കാണ് ജനപിന്തുണ കൂടുതലെന്ന് എത്ര മുഖ്യധാരാ മാധ്യമങ്ങളുടെ സർവേ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്? എത്ര കാര്യങ്ങളാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൃത്യമായ MLA ജനപ്രീതി ഉള്ളതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേയിൽ ധർമ്മടത്ത് പിണറായി വിജയൻ 88-ന് മുകളിൽ മാർക്കുണ്ടെന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കുക. ഈ പ്രസ്ഥാനത്തെ നമ്മൾ കാണാതെ പോകരുത്, ഈ പ്രസ്ഥാനത്തെ നമ്മൾ അംഗീകരിക്കാതെ പോകരുത്. കേരളം നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ പ്രളയവും നിപ്പയും ഒക്കിയും എല്ലാം വന്ന ഈ കാലഘട്ടത്തിൽ നിന്നാണ് കേരളത്തെ പടുത്തുയർത്തിയെടുത്തത്. അത് സതീശൻ പറയുന്ന ഏതെങ്കിലും ഗിമിക്കുകൾ കൊണ്ടോ ഏതെങ്കിലും വാസ്തവങ്ങളെ വളച്ചൊടിച്ച് കാണിച്ച വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ടോ അല്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്.